നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇതൊരു വ്യത്യസ്ത വീഡിയോ ആണ്. നമ്മുടെ സ്റ്റുഡിയോയിലല്ല ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്നത് വൺ ടീം സൊല്യൂഷൻ്റെ കൊച്ചി ആസ്ഥാന ഓഫീസിലാണ്. ഈ സ്ഥാപനത്തെ ഞാൻ മുൻപും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ട്രിവാൻഡ്രം ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മുൻപ് നൽകിയിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് കേരളത്തിലെ IT ട്രെയിനിങ് സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് നടക്കുന്നത് എന്നൊരു അവകാശവാദം ഇവർ ഉന്നയിച്ചു. അത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനാണ്. കഴിഞ്ഞ 3 മാസങ്ങൾ കൊണ്ട് ഏതാണ്ട് 88 സ്റ്റുഡൻസിനെ IT ട്രെയിനിങ് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പിലൂടെ പ്ലേസ്മെൻറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ഏതാണ്ട് 1000-ഓളം പ്ലേസ്മെൻറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നും അഭിമാനത്തിൻ്റെ വസ്തുതയാണ്. അതുമാത്രമല്ല, മറ്റൊരു സന്തോഷ വാർത്ത വൺ ടീമുമായിട്ടുള്ളത്, ഇന്ത്യയിലെ ബെസ്റ്റ് 20 സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായിട്ട് ബിസിനസ് കണക്ട് എന്ന മാഗസിന് വൺ ടീം സൊല്യൂഷനെ അടുത്ത സമയത്ത് സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട്, പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇവിടുത്തെ ട്രെയിനിങ്, അതിലൂടെ എങ്ങനെ പ്ലേസ്മെൻറ്റിലേക്ക് എത്തുന്നു, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. IT മേഖലയിലെ പഠന അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വൺ ടീം സൊല്യൂഷൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് അവരുടെ എല്ലാ ഓഫീസിലുമുള്ള ഈ പ്ലേസ്മെൻറ്റ് വോള്. അത് ഇവിടെ മാത്രമല്ല, എല്ലാ ഫ്ലോറിലും തന്നെ ഇങ്ങനെയുള്ള പ്ലേസ്മെൻറ്റ് വോള് കാണാം. ഇവിടെ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ പേര്, അവരെവിടെയാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്, ഏത് ടെക്നോളജിയാണ് കഴിഞ്ഞത്, ആ കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമായിട്ട് തന്നെ ഇവരുടെ പ്ലേസ്മെൻറ്റ് വോളിൽ നൽകിയിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്കിവിടെ പ്ലേസ്മെൻറ്റ് ഓഫീസർ ആയിരിക്കുന്ന രേഷ്മ ജെറോം, അല്ലേ, രേഷ്മ ജെറോമുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. രേഷ്മ, എനിക്ക് ആദ്യം അറിയേണ്ടത്, ഈ വൺ ടീം സൊല്യൂഷൻ ഇവിടെ എന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഓഫർ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, വൺ ടീം സൊല്യൂഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഹെഡ് ഓഫീസ് വരുന്നത് കൊച്ചിയാണ്. ആൻഡ് ഇത് കൂടാണ്ട് നമുക്ക് ട്രിവാൻഡ്രത്ത് ബ്രാഞ്ച് ഉണ്ട്. ആൻഡ് അപ്കമിംഗ് ആയിട്ട് കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് നമ്മൾ ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള കോഴ്സ്, അതായത് നമുക്ക് ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് കോഴ്സുകൾ നമ്മളിവിടെ ഇപ്പൊ മെയിൻലി കൊടുക്കുന്നത്? പൈത്തൺ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ കഴിഞ്ഞ 3 മാസങ്ങൾ കൊണ്ട് 88 പ്ലേസ്മെന്റ് എത്തി എന്നാണ് ഒരു അവകാശവാദമായി കണ്ടത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അത് ശരിയാണോ, എങ്ങനെയാണ്? കഴിഞ്ഞ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസത്തെ ഒരു കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏതൊരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാലും പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ, അത് നമ്പർ ഓഫ് പ്ലേസ്മെന്റ്സിൽ വൺ ടീം ആണ് ഫസ്റ്റ് നിൽക്കുന്നത്. ഇപ്പൊ 88 പ്ലേസ്മെന്റ് ആണ് ഈ 3 മാസത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒക്കെ ഒരു ആവറേജ് സാലറി ഒക്കെ അങ്ങനെ ഒരു റേഞ്ച് ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ? സാലറി ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ കമ്പനിയാണ്. കമ്പനി വരുന്നതനുസരിച്ച് സാലറി പാക്കേജ് മാറിക്കൊണ്ടിരിക്കും. എന്നാലും ഒരു 10,000 to 15,000 ആ ഒരു റേഞ്ചിലാണ് കൂടുതൽ പ്ലേസ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവരെ പ്ലേസ്മെന്റിലേക്ക് എത്തിയത്? ഒരു പ്ലേസ്മെന്റ് ഓഫീസർ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രേഷ്മ അതിനു വേണ്ടി ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ കുട്ടികൾക്ക് നല്ല ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അവർക്ക് HR ട്രെയിനിങ് പോലുള്ള എക്സ്ട്രാ സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട്. ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ പ്ലേസ്മെന്റ്സിലേക്ക് അവർ എത്തിക്കാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ റെസ്യൂംസ്, നമ്മൾ ഓൾറെഡി ടൈപ്പുള്ള കമ്പനീസ് ഉണ്ടാവും, ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് ഒക്കെ ബേസ് ചെയ്ത്. സോ അവരെ കോൺടാക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റെഫറൻസ് ത്രൂ കമ്പനീസ് വരുന്നുണ്ട്. സോ അവർക്ക് നമ്മുടെ കുട്ടികളുടെ റെസ്യൂം അയക്കുന്നുണ്ട്, അവരുടെ ഇന്റർവ്യൂ സ്കെഡ്യൂളിംഗ് നടക്കുന്നുണ്ട്. അതിൽ അവർക്ക് വേണ്ട എന്തൊക്കെ സപ്പോർട്ട്, ഇപ്പോൾ HR ട്രെയിനിങ് അല്ലെങ്കിൽ ആൻസർ പറയാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എക്സ്ട്രാ സപ്പോർട്ട്സ് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ ഇവർക്ക് വേണ്ടി ഒരു P2P എന്ന് പറഞ്ഞ ഒരു സെഷൻ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യും. P2P എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ പ്ലേസ്മെന്റ് റെഡി ആക്കാൻ വേണ്ടി ഫുൾ ഫോം എന്താ? പ്രാക്ടീസ് ടു പെർഫെക്റ്റ്. അത് കുട്ടികൾക്ക് പ്ലേസ്മെന്റ് റെഡി ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ സപ്പോർട്ട് ആണ്. അതിപ്പോ ഓരോ ടെക്നോളജി അനുസരിച്ചും ഓരോ രീതിയിലായിരിക്കും നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പോ അതിൽ നമ്മൾ മെയിൻലി ക്വസ്റ്റ്യൻസ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ടെക്നോളജിക്കൽ നോളജ്, കോഡിംഗ് എങ്ങനെ ചെയ്യണം. അപ്പൊ കുട്ടികൾക്ക് ആൻസർ അറിയാമായിരിക്കും, പക്ഷെ ഒരു ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യുമ്പോൾ മെയിൻലി അവർ സഫർ ചെയ്യുന്നത് അത് ഡെലിവർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. സോ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ P2P എന്നുള്ള പ്രോഗ്രാം കൊടുക്കുന്നത്. ഈ ഏതൊക്കെ ടെക്നോളജി പഠിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതൽ പ്ലേസ്മെന്റ്? അങ്ങനെ ഉണ്ടോ, അതോ എല്ലാം ആവറേജ് ആയിട്ടാണോ? അങ്ങനെ നമ്മളിവിടെ ഇപ്പോൾ ഒരു
ഒരുപാട് കോഴ്സസ് ഒന്നും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. നമ്മളിപ്പോ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടുന്ന ഉറപ്പുള്ള കോഴ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻലി പൈത്തൺ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മീൻസ് ടെക്, ഇതൊക്കെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വളരെ ഡിമാൻഡ് ഉള്ളതാണ്. അവർക്ക് അതാണ് കൊടുക്കുന്നത്. പിന്നെ അതല്ലാണ്ട് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമുള്ള പുതിയ സോഫ്റ്റ്വെയർ മീൻസ് സ്കിൽസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അതുപോലെ പുതിയ കോഴ്സസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഡിമാൻഡ് ഉള്ള കോഴ്സ് കണ്ടെത്തി പിള്ളേരെ ട്രെയിൻ ചെയ്ത് പ്ലേസ്മെന്റിലേക്ക് എത്തിക്കുക. അപ്പോൾ രേഷ്മയുടെ ജോലി വളരെ എളുപ്പമാണ് അല്ലെ, ഡിമാൻഡ് ഉള്ള ജോലി. അപ്പോൾ കൂടുതൽ പ്ലേസ്മെന്റിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും മനോഹരമായ വിധത്തിൽ ജോലി തീർക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് വൺ ടീമിന്റെ ഒരു സ്റ്റുഡന്റിനെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേരെന്താണ്? മിഥുൻ ആന്റണി അല്ലേ? മിഥുൻ ആന്റണി ഇവിടെ ഏത് കോഴ്സാണ് പഠിച്ചത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എവിടെയാ വീടൊക്കെ? എവിടെയാണ്? എന്റെ വീട് കോട്ടയം തലയോലപ്പുറമാണ് അല്ലേ? ഇത് ഇവിടുത്തെ 6 months കോഴ്സ് ആയിരുന്നു അതോ 3 months കംപ്ലീറ്റ് ചെയ്തു? പ്ലേസ്മെന്റ് വല്ലതും ആയിട്ടുണ്ടോ? ആയി അല്ലേ? ഇവിടെ ഒത്തിരി പ്ലേസ്മെന്റ് നടക്കുന്നത് ഇവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെയാ പ്ലേസ്മെന്റ് കിട്ടിയത്? ജോയിൻ ചെയ്തു. 3 months ആയി. ഓക്കെ. അവിടെ അപ്പൊ എന്താ ഒരു ജോലിയുടെ ഒരു നേച്ചർ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് ഇവിടെ പഠിച്ചതും അത് തന്നെയാണ്. അപ്പൊ ഈ പഠനം അതിന് ഉപകാരപ്രദമായോ? ഇവിടുത്തെ പഠിത്തം കൊണ്ട് മാത്രമാണ് നമുക്ക് ജോലി കിട്ടാൻ പറ്റിയത്. കാരണം ഇവിടെ നല്ല ഓൺ ഹാൻഡ് ട്രെയിനിങ് ആയിരുന്നു, ഇൻഡസ്ട്രിയൽ റെലവന്റ് ആയിട്ട് കോഴ്സ് പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്ലേസ്ഡ് ആകാനും സാധിച്ചു. പിന്നെ ഇവർക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പേഴ്സണൽ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ട്രെയിനിങ് തരുന്നുണ്ട്. ഓ ശരി. അപ്പൊ അതൊക്കെ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, പ്ലേസ്മെന്റിന് ഒക്കെ ഹെൽപ്ഫുൾ ആയി അല്ലേ? ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ പറ്റി. ഇപ്പത്തെ ജോലിയിൽ ഹാപ്പിയാണ്? പിന്നെ വളരെ ഹാപ്പിയാണ്. ഞാൻ നല്ല ഗ്രോത്ത് ഉണ്ടെന്നാണ് എന്റെ സീനിയേഴ്സ് ഒക്കെ പറയുന്നത്. ഒരു യൂണി എക്സ്പോ ഒക്കെ കണ്ടക്ട് ചെയ്തു. ഇൻചാർജിലൊക്കെ ഭംഗിയായിട്ട് പോകും. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഈ വൺ ടീം സൊല്യൂഷന്റെ ട്രെയിനിങ്ങിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്ലേസ്മെന്റിലേക്ക് എത്തിക്കുവാനുള്ള ഒരു റീസൺ ആയിട്ട് അവർ അവകാശപ്പെടുന്നത് ഈ IT ട്രെയിനിങ്ങിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് HR അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ടിപ്സ് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ HR അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ചാർജുള്ള ഗോപിക നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗോപികയിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഗോപിക, ഈ കുട്ടികൾ ഫ്രഷേഴ്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ മേഖലയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം എന്താണ് കണ്ടിട്ടുള്ളത്? ഒരു ജോലിയിലേക്ക് എത്തുവാനായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസം ഇല്ലായ്മ അല്ലേ? ഓക്കെ. തീർച്ചയായിട്ടും കുട്ടികൾക്ക് പലപ്പോഴും അവർക്ക് കഴിവില്ലാത്തവരാണ്, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ലിമിറ്റ് ഓഫ് എബിലിറ്റീസ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ഇൻബിൽറ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പം അനാവശ്യമായിട്ടുള്ള ഈ ഒരു പേടി, ടെൻഷൻ, നെർവസ്നെസ് ഒക്കെ കാരണം അറിയാവുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഇന്റർവ്യൂവിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ സെൽഫ് ബിലീഫ് ആണ് ഇല്ലായ്മ, സെൽഫ് എസ്റ്റീം ഭയങ്കര കുറവാണ്. പിന്നെ അതേപോലെ ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല പേടി ചോടുകയാണ്. അപ്പൊ അതാണ് ലാംഗ്വേജ് സ്കിൽസ് ഒരു പ്രശ്നമായിരിക്കും അല്ലേ? ഇംഗ്ലീഷ്. ആക്ച്വലി ഒരു ഇന്റർവ്യൂവർ നമ്മളുടെ ഗ്രാമർ മിസ്റ്റേക്സുകളോ അല്ലെങ്കിൽ സെന്റൻസ് സ്ട്രക്ചേഴ്സോ ഒന്നും അല്ല, കണ്ടന്റ് കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ലാംഗ്വേജിനെ കുറിച്ച് അധികമായിട്ട് ബോധർ ചെയ്തിട്ട് ഉള്ള കാര്യം കൂടെ കൊളവാക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്? വൺ ടീം സൊല്യൂഷൻസിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ IT സെക്ടറിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഏത് സെക്ടറിലുള്ള ട്രെയിനിങ് എടുത്താലും കുട്ടികൾക്കൊപ്പം HR ട്രെയിനിങ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 1 hour ഡെയിലി നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ ബേസിൽ HR ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ HR ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അവർക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ സ്കിൽസ്, റെസ്യൂമെ റിവ്യൂ ക്ലാസ്സസ്, അതേപോലെ തന്നെ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ആക്ടിവിറ്റീസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യാം, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ബേസിക് മുതലുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഓഫർ ചെയ്യുന്ന എല്ലാ IT ട്രെയിനിങ് പ്രോഗ്രാംസിനോടൊപ്പം ഡെയിലി എന്ന നിലയിൽ തന്നെ ഇതേപോലെയുള്ള ട്രെയിനിങ്സ് എക്സ്ട്രാ നിങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ അല്ലേ? ഓ റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഞാൻ മനസ്സിലാക്കുന്നത് 3 എണ്ണമാണ് അല്ലേ? പൈതണും മാർക്കറ്റിങ്ങും മീൻസ് ടാഗും അല്ലേ? ഇതിനൊരു എൻട്രി ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? ഡിഗ്രിയോ PG ഒക്കെ വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നോൺ IT സെക്ടേഴ്സിൽ നിന്നും ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വരെ നമ്മൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ഫീൽഡിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഡിപ്ലോമ ആയാലും ഓക്കെയാണ്. പിന്നെ നമ്മൾ +2 കഴിഞ്ഞ കുട്ടികളെ അധികം അഡ്മിറ്റ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക IT കമ്പനീസ് ഒരു മിനിമം ഒരു ഡിഗ്രി എങ്കിലും ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ? ഡിഗ്രിക്ക് ഇപ്പോൾ അരിയേഴ്സ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളിൽ പലർക്കും ഒരുപാട് വർഷത്തെ കരിയർ ഗ്യാപ്സ്
ഉണ്ടായിരിക്കും, അതേപോലെ അറിയേഴ്സ് ഉള്ള കുട്ടികളുണ്ടാവും. പക്ഷെ അവരുടെ ടെക്നിക്കൽ സ്കിൽസും ഇതേപോലെ സോഫ്റ്റ് സ്കിൽസും സൗണ്ട് ആവുന്നത് കൊണ്ട് തന്നെ മിക്ക കമ്പനീസുകൾക്ക് ഹയർ ആവും. IT മേഖലയിൽ പഠിച്ചവരാകണമെന്നില്ല, ഒരു BCom ഒരു BSc ഒക്കെ കഴിഞ്ഞവർക്കും ഓപ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള കോഴ്സുകൾ അല്ലേ. അപ്പോൾ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒക്കെ എത്രയാണ്? ഓരോ കോഴ്സിന്റെ ഡ്യൂറേഷൻ 4 മാസം മുതൽ 5 മാസം വരെയാണ് ഡ്യൂറേഷൻ. പൈത്തനൊക്കെ നമ്മൾ 5 months ആണ് പറയുന്നത് കിട്ടുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ പ്ലേസ്മെന്റിലേക്ക് മൂവ് ചെയ്യാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്ലേസ്ഡ് ആവുന്നുണ്ട് അല്ലേ. വിരോധം ഇല്ലെങ്കിൽ ഈ കോഴ്സിന്റെ ഒക്കെ ഫീയും കൂടെ എത്രയാണെന്നൊന്ന് പറഞ്ഞാൽ കാണുന്നവർക്കൊരു ഉപകാരപ്രദമായിരിക്കും. നമ്മൾ കോഴ്സിന്റെ ഫീസ് പറയുന്നത് 30,000 മുതൽ 35,000 രൂപ വരെയാണ് ഫീസ് പറയുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോഴ്സ് വേരിയിങ് ആണ്. പക്ഷെ ഇത് വൺ ടൈം ആയിട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻസ്റ്റാൾമെന്റ് സ്കീംസ് അവൈലബിൾ ആണ്. 3 ഘടകങ്ങളായിട്ടൊക്കെ പേ ചെയ്യാം. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലോൺ ഫെസിലിറ്റീസും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു മുംബൈ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഫിനാൻസ് പിയർ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ലോൺ സ്കീംസ് കൊടുക്കും. EMI ആയിട്ട് പേ ചെയ്താൽ മതിയായിരിക്കും അല്ലേ. 6 മാസം കൊണ്ട് ഫീ അടച്ചാൽ മതി. ഓക്കെ അതൊരു നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. അപ്പോൾ ഈ വൺ ടീമിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കണം, ഇപ്പോൾ ഈ കാണുന്ന ഒരാൾക്ക് ഇവിടെ ഒരു അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനിയത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരിക്കും? നമുക്ക് വൺ ടീം സൊല്യൂഷൻസിന് കൊച്ചിനും ട്രിവാൻഡ്രവുമാണ് ഇപ്പോൾ ബ്രാഞ്ചസ് ഉള്ളത്. നമ്മൾ റീസെന്റ് ആയിട്ട് കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. ഡിസംബർ മിഡോടുകൂടി സ്റ്റാർട്ട് ആവും. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചസിൽ നേരിട്ട് വിസിറ്റ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ടും അഡ്മിഷൻ എടുക്കാം. ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് ഷെയർ ചെയ്താൽ നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സ് ഇവിടുന്ന് കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളുടെ സ്കിൽസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഗോപി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കോഴ്സുകൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ വൺ ടീമിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അവരെ കോൺടാക്ട് ചെയ്ത് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു കൗൺസിലിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെയുള്ള കോഴ്സുകളിലേക്ക് പോകാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാനൊരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകും എന്നാണ് അറിയിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുത്ത ഗോപിയോടുള്ള നന്ദിയും കൂടി അറിയിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.